ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൻ ഫുഡ് സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വെള്ളക്കുറുമൻ്റെ റെസിപ്പി ആയിട്ട് നമ്മളെ വെജ് കുറുമൻ്റെ വേറൊരു വേർഷനാണ്. നല്ല ടേസ്റ്റാണ്, ഏതിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നൂൽപുട്ട്, പത്തിരി, അപ്പം, പൊറോട്ട എന്തിനും പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോവല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാ ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിന് വേണ്ട പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സമയത്ത് തന്നെ ഒരു ഹാഫ് പോർഷന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാൻ, നമുക്ക് മസാലയൊന്നും ചേർക്കാത്തൊരു കറിയാണ്. ഇതിൽ ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എരിവ് അപ്പം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇപ്പോൾ പാദ്യം അപ്പോൾ പാദ്യം അങ്ങനെയും ചേർത്ത് കൊടുക്കട്ടെ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് നല്ലോണം വഴന്ന് വന്നതിന് ശേഷം ഒരു വലിയ സവാള ചെറുതാക്കിയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നല്ലോണം ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും അതുപോലെ തന്നെ ഒന്നല്ലെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താലും മതിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ സവാള വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ഞാൻ എൻ്റെ അടുത്ത് എനിക്ക് കിട്ടുന്ന കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ. അപ്പോൾ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ഗ്രീൻ പീസാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ഇതിലൊരു കുറവുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കും. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് വെജിറ്റബിൾസ് ആണോ അത് ചേർത്ത് കൊടുക്കുക, ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കുക. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിത് ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു കുതിർത്ത വെള്ളത്തോട് കൂടി തന്നെ ഞാൻ കഴുകിയിട്ട് കുതിർത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി കൂടി തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട്, അപ്പോൾ ആ ഒരു വെള്ളം അതിൽ കറക്റ്റായിരുന്നു. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. തേങ്ങാപ്പാൽ എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് തേങ്ങൻ്റെ 2ാം പാലാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തേങ്ങൻ്റെ ഒരു അരച്ച കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പച്ച തേങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ, കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇഷ്ടത്തിന് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ ഒരു 3 കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഇത്രയും ചേർത്ത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എരിവിന് വേണ്ട പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാനൊരു ഹാഫ് പച്ചമുളകിൻ്റെ കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ അരപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 വിസിലിന് ശേഷം കുക്കർ തുറന്നിട്ട് അരച്ച കൂട്ട് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. വെള്ളം കൂടി പോവാതെയും ഉപ്പ് കറക്റ്റല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാൻ പാകമാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളക്കുറുമ, നല്ല അടിപൊളി ടേസ്റ്റുള്ള വെള്ളക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നാലും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ